ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആണ്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ വിഷുവിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെറിയ ബെഡ്റൂമാണല്ലോ ക്ലീൻ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ വലിയ ബെഡ്റൂമാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റുട്ടീനും കൂടി കാണിക്കാം. രാവിലെ തന്നെ ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് റാഗി കൂഴെന്ന് പറയും. ഇതൊരു തമിഴ്നാടൻ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു തവിയിൽ അല്ലെങ്കിൽ ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഒരു 3 സ്പൂണോളം റാഗി മാവ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ചധികം വെള്ളം തന്നെ ചായപാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിങ്ങനെ കഞ്ഞി പോലെ കുടിക്കാനുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി, ഇല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൂസായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിത് നന്നായിട്ടിത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ കൂഴ് തയ്യാറാക്കുന്നത്. കൂഴെന്നാണ് ഇതിൻ്റെ പേര്. റാഗി കൂഴ് എന്ന് പറയും. ഇത് ഇവിടെ വഴിയോരത്തൊക്കെ ഇങ്ങനെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഞാനിത് ഇപ്പോൾ ഈ റീസെൻ്റായിട്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. 2 വർഷത്തിനിടയിലാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കാച്ചിയെടുത്ത സമയത്ത് നല്ല വെള്ളമായിട്ടാണ് ഇരുന്നെങ്കിലും ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഒരുപാട് അങ്ങോട്ട് കുറുക്കി എടുക്കണ്ടെന്ന് പറഞ്ഞത്. വേവിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരുന്നിട്ട് തണുപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പാകമായിട്ട് വരും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചെറിയൊരു സവോള ഇതുപോലെ പൊടിയായിട്ട് നുറുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൈരാണ്. തൈര് ഞാനൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടാണ് ചേർക്കുന്നത്. തൈര് മസ്റ്റാണ്. തൈര് ചേർത്താലാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. നമ്മുടെ ശരീരം തണുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവം എന്ന് പറയുന്നത് റാഗിയാണല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ റാഗി വെച്ച് ചെയ്യുന്ന ഈ ഒരു തൈരും കൂടി ചെയ്യുന്ന ഈ ഒരു കൂഴ് നമ്മൾ ഈ ചൂട് കാലത്ത് കുടിക്കുമ്പോൾ ഇല്ലേ നമ്മുടെ ശരീരം നന്നായിട്ട് തണുക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് തൈര് ചേർക്കേണ്ടത്. പിന്നെ ആമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഈ ജ്യൂസറിനകത്ത് ഒന്ന് ബ്രൗൺ ഷുഗർ മിക്സ് ചെയ്തിട്ടാണ് അവൾക്ക് കൊടുത്തത് കേട്ടോ. അവൾക്ക് ഇങ്ങനെ തൈര് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കോൾഡ് വരും. ഓൾറെഡി ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ബ്രൗൺ ഷുഗർ ചേർത്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവൾ ട്യൂഷന് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇന്ന് സാറ്റർഡേ സ്കൂളിൽ ക്ലാസ് ഇല്ലായിരുന്നേ. പിന്നെ അങ്ങനെ അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ വന്നിട്ട് നമ്മുടെ ബാൽക്കണിയിലെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് നമ്മുടെ പുതിന ചെടി ഇരിക്കുന്ന ആ ഒരു പോട്ടിൽ ചീര വളർന്ന് നിൽപ്പുണ്ടായിരുന്നേ. ഇത് ഞാൻ 5-6 മാസം മുന്നേ ഇതിലൊരു ചീരത്തണ്ട് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. ഇത് കൊളംബസ് ചീരയാണ്. ഇതാണെങ്കിൽ നാട്ടിൽ നിന്ന് ഞാൻ ഒരിക്കൽ കൊണ്ടുവന്ന് നട്ട് വെച്ചിരുന്നതാണ്. അതിങ്ങനെ മണ്ണൊക്കെ ഇളക്കി മാറ്റി നട്ടപ്പോഴത്തേക്ക് അതിലേക്ക് വിത്തുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അങ്ങനെ അതും ഒരു 2 മൂട് ചെറുതായിട്ടൊന്ന് വളർന്ന് നിൽപ്പുണ്ട്. അന്ന് ഞാനിത് പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബർ നീത് പറഞ്ഞായിരുന്നു അത് വെട്ടി കളയണ്ടായിരുന്നു, 1-2 നിർത്തിയിട്ട് വെച്ചാൽ മതിയായിരുന്നു എന്ന്, ബാക്കിയുള്ളത് കളഞ്ഞാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വളർന്നു വന്നപ്പോഴത്തേക്കും ഞാൻ പുള്ളിക്കാരി എന്ന് പറഞ്ഞത് ഓർത്തായിരുന്നു കേട്ടോ. പിന്നെ ആമിയെ ഞാൻ രാവിലെ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് അവളെ ഒരുക്കിയതിൻ്റെ മേക്കപ്പ് ബോക്സ് എല്ലാം എടുത്ത് നമ്മുടെ ആ ഒരു ഷൂ റാക്കിലേക്ക് വെച്ചു. ഇന്ന് ഞാൻ നമ്മുടെ കർട്ടൻസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് നേരത്തെ തന്നെ ഞാൻ ക്ലീനിങ് ഒക്കെ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ദിവസങ്ങളില്ലല്ലേ. തിങ്കളാഴ്ചയാണ് വിഷു വരുന്നത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയില്ലേ. അപ്പോൾ നമ്മൾ ഇനിയും സമയം കളയാതെ നിങ്ങൾ ആരെങ്കിലും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ക്ലീൻ ചെയ്ത് തുടങ്ങിക്കോളൂ. പിന്നെ നമ്മുടെ കർട്ടൻസൊക്കെ ഇതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ കഴുകുന്നത്. ഇതുപോലെ ഓണം, വിഷു, അതുപോലെ വിനായക ചതുർത്ഥി ഇതൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഡസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് പോസിബിൾ അല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇതുപോലെ വിശേഷം വരുന്ന സമയത്തൊക്കെയാണ് കഴുകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ റൂമിലുള്ള എല്ലാ കർട്ടനും ഹാളിലിരിക്കുന്നതും എല്ലാ കർട്ടൻസും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കഴുകാനായിട്ട് ഇടാൻ പോവാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മെയിനായിട്ട് ഈ ഒരു കേർട്ടൻ്റെ റോഡുണ്ടല്ലോ, ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് വെക്കുന്ന ആ ഒരു സംഭവമില്ലേ, അതും കൂടി കൈയോടെ തന്നെ ഞാനെടുത്ത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് അതിലേക്ക് വെച്ചിട്ട് നമ്മുടെ റോഡ് അതിലേക്ക് ഹോൾഡറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ കളഞ്ഞു പോകും കേട്ടോ. പിന്നെ നമുക്കിത് തപ്പിപ്പിടിച്ചെടുക്കാനൊക്കെ പാടാണ്.
പിന്നെ നേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന വലിയ ബെഡ്റൂമാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസിലെല്ലാം നമ്മൾ ഹാളും അതുപോലെ തന്നെ ചെറിയ ബെഡ്റൂമും ക്ലീൻ ചെയ്യുന്നതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമേ തന്നെ കേർട്ടൻസ് കൊണ്ടുവന്ന് കഴുകാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ട് യൂസ് ചെയ്യില്ല. ഇത് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് മാത്രമാണ് വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിലിട്ട് തന്നെ കഴുകിയെടുക്കും. കാരണം വാഷിംഗ് മെഷീനിലാകുമ്പോഴത്തേക്കും അത്യാവശ്യം സൈസ് കൂടുതലല്ലേ, നമുക്ക് ഒരുപാട് കേർട്ടൻസ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇതിലേക്ക് സോക്ക് ചെയ്ത് വെക്കാമല്ലോ. മറ്റേതാണെങ്കിൽ ബക്കറ്റിലാണെങ്കിൽ 2-3 വെച്ചിട്ട് മാത്രമാണ് പറ്റുള്ളൂ. അത് പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുമിച്ച് സോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കൈകൊണ്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് ആ റിങ്ങിൻ്റെ ഒരു പ്ലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ ജനലുണ്ടല്ലോ, ഈ ഒരു ടിവിയുടെ സൈഡിലിരിക്കുന്ന ഈ ജനലാണെങ്കിൽ ഞാനങ്ങനെ തുറക്കാറേ ഇല്ല കേട്ടോ. വർഷങ്ങളായി ഇത് തുറന്നിട്ട്. വേറൊന്നും കൊണ്ടല്ല, തൊട്ടപ്പുറത്തെ വീട്ടിൽ പണി നടന്ന സമയത്ത് ഇതുപോലെ അന്ന് ആ സമയത്തെങ്ങാണ്ട് തുറന്നതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ അടച്ചിട്ടിട്ട് ഇതുവരെയ്ക്കും തുറന്നില്ല. ഇന്ന് നോക്കിയപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഡസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് വീടിനുള്ളിൽ പല സാധനങ്ങളും കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ ഈ അലമാരയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മാറാല കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് പോകാറുണ്ടെങ്കിലും ഇത്രത്തോളം ഡീപ്പ് ക്ലീനിങ് അങ്ങനെ ചെയ്യാറില്ല. മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ. പിന്നെ ഒരു അലമാരയുടെ അടിഭാഗത്താണെങ്കിൽ ഒരുപാട് മാറാല ഉണ്ടായിരുന്നു കേട്ടോ. ഈ അലമാര ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഹസ്ബൻഡ് ഇവിടെ വാങ്ങി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ വർഷങ്ങളായി, 9 വർഷത്തോളമായി. അപ്പോൾ അതിൻ്റേതായ ഒരു കേടുപാടുകളൊക്കെ അതിന് വന്നിട്ടുണ്ട്. ഇനി ഒരു വാൾപേപ്പർ എന്തെങ്കിലും മേടിച്ച് അതൊന്ന് നന്നായിട്ട് ആക്കിയെടുക്കണമെന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അതൊന്ന് മേക്ക് ഓവർ ചെയ്ത് എടുക്കണം. ഉള്ളിലൊന്നും വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള അലമാരയാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഈ ഒരു കമ്പ്യൂട്ടർ ടേബിളില്ലേ, ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് ഡസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കട്ടിലിൻ്റെ അടിഭാഗവും എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കട്ടിലിൻ്റെ അടിഭാഗത്ത് പഴയ ഒരു മെത്ത ഇരിപ്പുണ്ടായിരുന്നേ. ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നെയാണ് അത് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞത്. അത് കുറേ അധികം അതിൻ്റെ അകത്തുള്ള പഞ്ഞിയൊക്കെ പുറത്ത് വന്ന് അങ്ങനെ അത് കേടായി പോയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആമിയുടെ പഴയ ബുക്സൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. അവൾക്കിനിയിപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും സ്കൂൾ അടയ്ക്കും. അതിന് മുന്നേ തന്നെ അവളുടെ ടെക്സ്റ്റ് ബുക്കുകളും എല്ലാം എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവൾ LKG മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഞാനിതുപോലെ ഒരു ചാക്കിൽ കെട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവളുടെ ട്യൂഷൻ മിസ്സിന് ഇതുപോലെ തമിഴ് ടെക്സ്റ്റ് ബുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് തപ്പിപ്പിടിച്ചെടുക്കുന്നതാണ്. പക്ഷേ LKG മുതൽ 2nd സ്റ്റാൻഡേർഡ് വരെയുള്ള തമിഴ് ടെക്സ്റ്റ് ബുക്കുകളാണ് നോക്കുന്നത്. ഇത് തപ്പിപ്പിടിച്ചെടുക്കുന്നതിനിടയിൽ എനിക്ക് വേറൊരു ബുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഡീപ്പ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനിയാണ് ഞാൻ നമ്മുടെ കൂഴ് കുടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. രാവിലത്തെ ആ ഒരു സ്പീഡിൽ പെട്ടെന്ന് തന്നെ പണികൾ കഴിഞ്ഞതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ മിന്നത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആമി വീട്ടിലുള്ള ദിവസങ്ങളിൽ ക്ലീനിങ്ങിനുള്ള സമയം കിട്ടാറേ ഇല്ല. അതുകൊണ്ട് അവളെ ട്യൂഷന് വിട്ട സമയത്താണ് ഞാനിത് ക്ലീൻ ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് കിച്ചൺ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്, നേരത്തെ നമ്മുടെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ചെറിയ റൂമും ഹാളും അതുപോലെ നമ്മുടെ വലിയ ബെഡ്റൂമും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പുറം ഭാഗം നമ്മുടെ ബാൽക്കണി ഏരിയ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട് ഫുൾ സെറ്റാണ് വിഷുവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. ഇനി വിഷുവിൻ്റെ തലേ ദിവസം ഞാൻ ഒന്നും കൂടി ഹാളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റിങ് ചെയ്തെടുക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാ റൂമിൽ വിഷുവിൻ്റെ തലേ ദിവസം പൂജാ റൂമിലുള്ള എല്ലാ ഫോട്ടോസും എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ, നിങ്ങൾ തുടങ്ങിയോ? കഴിഞ്ഞ വ്ളോഗുകളിലൊക്കെ 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയാണ് തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഇതിനിടയിൽ തന്നെ ആമി സ്കൂളിലെ ഡാൻസ് പ്രാക്ടീസൊക്കെ ഒന്ന് വീട്ടിൽ പ്രാക്ടീസ് ചെയ്തതാണ് കേട്ടോ കണ്ടത്. പിന്നെ ഞാൻ വന്നിട്ട് കൂഴ് കുടിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മാങ്ങ അച്ചാറാണ് മിക്സ് ചെയ്ത് കഴിക്കുന്നത്. എന്തെങ്കിലും ഒരു അച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കണം. പിന്നെ മോരുമുളകില്ലേ, ഫ്രൈ ചെയ്തിട്ട് അത് കഴിക്കണം. അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്.
പിന്നെ ഇനി അടുത്ത് ലഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഭയങ്കര ടയേർഡായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് നൊങ്ക് മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ, ഈ ചൂട് കാരണം കൊണ്ട്. അങ്ങനെ അത് ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അത് എടുത്തതാണ്. അടച്ചൊരു ബോക്സിനകത്താണ് വെച്ചിരുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇന്ന് നമ്മൾ മത്തങ്ങയും ചെറുപയറും കൂടി ഇട്ടിട്ടുള്ളൊരു എരിശ്ശേരിയാണ് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറുപയർ ഈ ഒരു മൺചട്ടിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് അച്ചിങ്ങ പയറിൻ്റെ മെഴുക്ക് പുരട്ടി ചെയ്യണം. പിന്നെ മീൻ കറിയും കൂടി വെക്കണം. മീൻ വറുത്തതും അയല മീൻ മേടിച്ചായിരുന്നു, അതിൻ്റെ തലക്കറിയും കൂടി വെക്കണം കേട്ടോ. റെസിപ്പിയും കൂടി ഞാൻ ഒന്ന് കാണിക്കാം. പിന്നെ മത്തങ്ങയൊക്കെ എരിശ്ശേരി വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ തന്നെ ഞാൻ എപ്പോഴും വെക്കാറുണ്ട്, 2-3 ദിവസത്തേക്ക് എടുക്കാനായിട്ട് കേട്ടോ. അത് അങ്ങനെ വലിയതായിട്ട് അങ്ങനെ ചിലവാകത്തില്ല. ചില കറികളൊക്കെ അങ്ങനെയാണ്, ഒരുപാട് ചിലവാകാറില്ല. അപ്പം ഞാൻ ഈ ഒരു ബുക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ബുക്കുണ്ടല്ലോ, ഇത് ശരിക്കും ഞാൻ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഹസ്ബൻഡ് വായിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ, വാങ്ങിച്ച് തന്നതാണ്. പക്ഷേ ഞാനാണെങ്കിൽ അന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ആ സമയത്ത് വായിക്കുന്നതേ ഇഷ്ടമല്ലായിരുന്നു. ഈ റീസെൻ്റായിട്ടാണ് ഞാൻ വായനയൊക്കെ തുടങ്ങിയത്. അന്ന് ഞാൻ വായിക്കാതെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ബുക്കാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിച്ച് തീരാത്തൊരു ബുക്കാണ് കേട്ടോ. കുറേ നാളായിട്ട് വായിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഡെയിലി ഒരു 3-4 പേജ് വെച്ചിട്ടാണ് വായിക്കുന്നത്. കിടക്കുന്നതിന് മുന്നേ റീഡിങ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇതുവരെയും തീർന്നിട്ടില്ല കേട്ടോ. അടിപൊളി ബുക്കാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് ഉപകാരപ്പെടും. അദ്ദേഹത്തിൻ്റെ കുറേ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള കുറേ നല്ല മനുഷ്യരെ കുറിച്ചൊക്കെയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നല്ലൊരു ബുക്കാണ് കേട്ടോ. നമുക്ക് ശരിക്കും അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മുടെ അനുഭവങ്ങളുമായിട്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ അത് നേരിടണം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഈ ബുക്ക് വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പൊട്ടറ്റോയും അച്ചിങ്ങ പയറും കൂടെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ കൂർക്കയില്ലേ, കൂർക്കക്കിഴങ്ങും അച്ചിങ്ങ പയറും അടിപൊളി കോമ്പിനേഷനാണെന്ന് പറയും. ഇല്ലെങ്കിൽ ചേന, കാച്ചിൽ, ഏതെങ്കിലും കിഴങ്ങ് വർഗ്ഗത്തിനൊപ്പം ഈ അച്ചിങ്ങ പയറിട്ട് മെഴുക്ക് പുരട്ടണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളകും ഒരു ചെറിയ സവോളയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. മെഴുക്ക് പുരട്ടി തയ്യാറാവും. കടുകൊക്കെ താളിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ തന്നെ കിച്ചണിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. ഈ അടുക്കലും പറക്കലും ഒതുക്കലുമാണ് ഏറ്റവും വലിയ പണിയെന്ന് അറിയുന്നത് കേട്ടോ. പിന്നെ മെയിനായിട്ട് എൻ്റെ മുഖ്യ ശത്രുവായിട്ടുള്ള പാത്രം കഴുകൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അതും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ തന്നെ. അപ്പോൾ മനസ്സോടെ ഞാനിങ്ങനെ കഴുകുവാണ്. പാത്രങ്ങളിപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളാണ് ഈ കണ്ടതൊക്കെ. വളരെ കുറച്ച് ആൾക്കാരാണ് വീട്ടിലുള്ളതെങ്കിലും എവിടെ നിന്നാണ് ഇത്രയും പാത്രം പെറ്റുപെരുകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് അക്ഷയപാത്രം പോലെയാണ് നമ്മുടെ സിങ്കിനകത്ത് ഇങ്ങനെ പാത്രം കയറി വരുന്നത്. അപ്പോൾ ഉള്ളത് കഴുകി വെച്ചാൽ പോലും പിന്നെയും പാത്രങ്ങൾ എവിടെ നിന്നൊക്കെയോ വന്ന് ചേരാറുണ്ട് കേട്ടോ. അങ്ങനെ അതും കൈയോടെ കഴുകി വെച്ചു. ഇതിനിടയിൽ തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി സൂപ്പറായിട്ട് തയ്യാറായി വരുന്നുണ്ട്. പിന്നെ പയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ വെന്ത് വന്നു. ഒരു 3/4 ഭാഗം വേവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പല രീതിയിലും മത്തങ്ങ പയർ എരിശ്ശേരി നിങ്ങൾ വെക്കാറുണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ വെക്കുന്നൊരു രീതിയാണ് കാണിച്ചു തരുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതവിടെ വെന്ത് വരട്ടെ. പിന്നെ ഞാനാണെങ്കിൽ അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടി വെച്ചത് ഈ ഒരു ഇരുമ്പിലുള്ള ചട്ടിയിലാണ്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ ഏത് സാധനം പാകം ചെയ്താലും അപ്പോൾ തന്നെ നമ്മളത് കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ എടുത്ത് മാറ്റണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഫുഡിൻ്റെ കളറ് ബ്ലാക്ക് കളറാവും, അയൺ ആയതുകൊണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇരുമ്പ് പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സീസൺഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി ഉടനെ തന്നെ തുടച്ച്
കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. നല്ല സീസൺഡായിട്ട് ഇരിക്കും. ഞാനിപ്പോൾ ഈ ഇരുമ്പ് ചട്ടി മേടിച്ചിട്ട് തന്നെ ഒരു വർഷത്തിൽ കൂടുതലായി, 2 വർഷത്തോളം ആവാനായിട്ട് പോകുന്നു. ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എരിശ്ശേരി വെക്കാനും മത്തങ്ങ എരിശ്ശേരിക്കും പിന്നെ മീനിൻ്റെ തലക്കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു 2-3 ചെറിയ ഉള്ളി ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു അരപ്പിൻ്റെ പച്ചമണം പോയി കിട്ടും. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളി ഉണ്ടല്ലോ, വാളൻ പുളി പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പുളിപ്പിനനുസരിച്ച് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതും നന്നായിട്ട് വേവാനായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ സൈഡിൽ നമ്മുടെ എരിശ്ശേരിക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നു. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട്, ഇതിലേക്ക് തേങ്ങ, ചെറിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി, 1-2 അല്ലി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതൊരു സൈഡിലാവുന്നുണ്ട്. 3 അടുപ്പുള്ള കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പണികളാവേ. പിന്നെ ഇന്ന് അയല മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തലക്കറിയായിട്ട് ഞാനിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു മീനിൻ്റെയും തലഭാഗമാണ് ടേസ്റ്റും അതുപോലെ തന്നെ ഗുണമുള്ളതെന്ന് പറയും. മീനിൻ്റെ തല കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൂടുമെന്ന് പണ്ടൊക്കെ അമ്മയൊക്കെ പറയുന്ന കേൾക്കാം. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തല ഇതുപോലെ പ്രത്യേകം മത്തിയുടെ തല, ഇതുപോലെ അയലയുടെ തല ഒക്കെ നമ്മളിങ്ങനെ പ്രത്യേകം കറി വയ്ക്കാറുണ്ട്. നല്ലതാണ്. നെക്സ്റ്റ് ഡേ കഴിക്കാനുള്ളത് നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മുടെ എരിശ്ശേരിയൊക്കെ നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. അരപ്പൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ പോയി വന്നപ്പോഴത്തേക്കും കടുകും കൂടി താളിച്ച് കൊടുത്തു. പിന്നെ ഞാൻ അയല മീൻ വറുക്കാനാണ് ഇന്ന് എടുത്തത്. തല മാത്രം കറി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആമി ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അവളുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എന്നും ഡെയിലി ഇതാണേ പരിപാടി. എന്നും ഞങ്ങളെ ഇതുപോലെ പിടിച്ചിരുത്തിയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അവൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലെ അവൾ കാണിക്കും. ഞങ്ങളിരുന്ന് കണ്ട് അവളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻസും കൂടും. സ്റ്റേജ് ഫിയർ എന്നുള്ളൊരു സംഭവം വരത്തതുമില്ലല്ലേ. ആമിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഉള്ളൊരു കുട്ടിയല്ല. പക്ഷേ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് സ്റ്റേജിൽ കയറാനൊക്കെ. ഇന്നും എൻ്റെ കയ്യിൽ ഒരു മൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ വിറയ്ക്കും. എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ആമി നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഹസ്ബൻഡും എന്നെപ്പോലെയാണെന്ന് പറയാറുണ്ട്. പക്ഷേ അവൾക്ക് ആ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ്ങിൻ്റെതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോകാനായിട്ട് പോകുന്നുണ്ട്. ആമിക്കിപ്പോൾ എക്സാം നടക്കുവാണ്. ഇതിനിടയിലാണ് അവളെയും കൊണ്ട് കറങ്ങുന്നത്. അപ്പോൾ ഒരു റിലാക്സേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് VR ചെന്നൈയിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ കേട്ടോ. അന്ന് നമ്മൾ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആമിക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ടുവന്ന് ഗെയിം സോണിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ വരുമെങ്കിലും ഞാനാണ് ഇവിടെ വന്ന് ഗെയിം കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര വാശിയാണ്. അപ്പോൾ ഞാൻ മറ്റേ ഈ ബോണസ് കിട്ടുന്ന ഗെയിംസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ കൂടുതലും കളിക്കുന്നത്. അപ്പോൾ ഇത്തവണ അവൾ അങ്ങനെ വാശി പിടിച്ച് കരയേണ്ടെന്ന് കരുതിയിട്ട് അവൾക്ക് തന്നെ ഉള്ള ഗെയിം സോണിലേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഹസ്ബൻഡ് കളിച്ചായിരുന്നു കേട്ടോ. അവർ ഇത് ബോണസ് കിട്ടുന്ന ഗെയിംസ് അതിൽ നിന്ന് നമുക്കിങ്ങനെ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇത്തവണ ചോക്ലേറ്റ്സ് ആണ് കൂടുതലും എടുത്തിട്ടുള്ളത്. സാധാരണ എപ്പോഴും ആമയുടെ എറേസറും പെൻസിലും അങ്ങനത്തെ സംഭവങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സിന് നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് കയറി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിന്ന് ഫലൂഡ ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫലൂഡ കഴിക്കണമെന്ന്. കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ചിരിക്കുമായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫലൂഡ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പണ്ട് ഇതുപോലെ എൻ്റെ അനിയൻ എന്നെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ഇത് കഴിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുകയും അങ്ങനെ ഞാൻ ഒരുപാട് കരയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നും അല്ല, കൊച്ചിലെയാണ്. അപ്പോൾ അന്ന് തൊട്ടേ എനിക്കൊരു ആഗ്രഹമാണ് ഫലൂഡ കഴിക്കണമെന്ന്. അങ്ങനെ ഇന്ന് എനിക്ക് ഹസ്ബൻഡ് അത് വാങ്ങി തന്നു. അന്ന് ഒരു 3-ലോ 4-ലോ പഠിക്കുമ്പോഴുള്ളൊരു സംഭവമാണ് കേട്ടോ. കുട്ടിക്കാലത്തൊരു ഓർമ്മയാണ് പങ്കുവെച്ചത്. അങ്ങനെ ഫലൂഡയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് KFC മേടിച്ചു. ഞങ്ങളങ്ങനെ KFC മേടിക്കാറേ ഇല്ല കേട്ടോ. വർഷത്തിൽ ഒരു തവണയാണ് ഞങ്ങളുടെ ഒരു കണക്കെന്ന് പറയുന്നത്. അങ്ങനെ ഈ വർഷം ഞങ്ങൾ ഇതുവരെയും KFC കഴിക്കാത്തത് കൊണ്ട് ഇന്ന് അങ്ങനെ മേടിച്ചതാണ്. ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമില്ല ഇത് കഴിക്കുന്നതിനോട്. എനിക്കും അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചിക്കൻ അങ്ങനെ നമ്മൾ ഒരുപാട് അങ്ങനെ കഴിക്കാറില്ല. വീട്ടിൽ കുക്ക് ചെയ്താണ് കൂടുതലും കഴിക്കുന്നത്. അങ്ങനെ ഒരു KFC ഒക്കെ മേടിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങളതിലുള്ള കോള കുടിക്കത്തില്ല, ഞാനും ആമിയും.
ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഗോലി സോഡയാണ് മേടിച്ച് തന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ മൺഡേ വിഷു അല്ലേ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു നേരുന്നു. പുതിയൊരു വീഡിയോ ഇട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.